ഹലോ ഗായ്സ്, മദർഹുഡ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുമക്കൾ ജനിക്കുമല്ലോ, കുഞ്ഞുമക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അവരുടെ പുക്കിൾ, അതായത് അവരുടെ ബെല്ലി ബട്ടൺ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കെയറാണ് നമ്മൾ അതിന് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 2-3 പോയിന്റ് പറയും. ആ 2-3 പോയിന്റ് ആദ്യം പറയുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഉള്ളതും പുറകെ വരുന്നത് അത്ര പ്രാധാന്യമില്ലാത്തതാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ ഈ പറയുന്ന എല്ലാ പോയിന്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ശരിക്കും നമ്മുടെ കുഞ്ഞുമക്കളുടെ പുക്കിൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞുമക്കളുടെ ആ പുക്കിൾക്കൊടി ആദ്യം പോകുകയല്ലോ. അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ക്ലിപ്പ് ഇട്ടിട്ടൊക്കെ ആയിരിക്കും തരുന്നത് അല്ലേ. അപ്പോൾ അത് പോകുന്നതിന് ചിലർക്ക് ഒരു 10-15 ദിവസം എടുക്കും, ചിലർക്ക് ചിലപ്പോൾ ഒരു മാസം എടുക്കും, ചിലർക്ക് അതിന് മുമ്പേ അത് ഉണങ്ങണം, അത് ഉണങ്ങി അങ്ങ് പോകും. അപ്പം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന മരുന്ന് കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളുടെ ആ പുക്കിളിൽ നമ്മൾ ഇട്ടിട്ട് കൊടുക്കുക. എങ്കിലേ അത് വേഗം ഉണങ്ങിയിട്ട് അത് പറഞ്ഞു പോകുള്ളൂ. നമ്മളായിട്ട് ഒന്ന് പിടിച്ച് വലിക്കുകയൊന്നും ചെയ്തേക്കരുത് കേട്ടോ. അത് തന്നെ മരുന്ന് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. ആ ഓയിൻമെൻറ്റ് എന്താണോ തന്നിരിക്കുന്നത് അത് ശരിക്കും തൂത്ത് കൊടുക്കുക. അപ്പോൾ അത് തന്നെ പൊളിഞ്ഞു പോയിക്കോളും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഡ്രസ്സ് ഇടിക്കുന്ന സമയത്താണെങ്കിലും എന്ത് ചെയ്യുന്ന സമയത്താണെങ്കിലും കുഞ്ഞുങ്ങളായിട്ടോ പുക്കിളെ പിടിച്ച് വലിക്കാൻ ഇടവരരുത്. അത് ഉണങ്ങാണ്ട് ആ പുക്കിൾ പിടിച്ച് വലിക്കുന്ന ഒരവസ്ഥ വരരുത്. നമ്മളാണേലും തന്നെ ശ്രദ്ധിക്കണം. നമ്മുടെ കൈയൊന്നും അറിയാണ്ട് തട്ടി ആ ക്ലിപ്പെ തട്ടുമോ അല്ലെങ്കിൽ കുഞ്ഞാൽ നീണ്ടിരിക്കുന്ന പുക്കിളയിൽ തട്ടുമോ ഒന്നും ചെയ്യരുത്. അങ്ങനെ പച്ചയായിട്ട് അത് വലിഞ്ഞു വരരുത്, കാരണം ബ്ലഡൊക്കെ വരും. സോ അത് തന്നെ ഉണങ്ങി പോകണം. അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ പുക്കിൾ ഒന്ന് എവിടെയും തൊട്ട് വലിയാതെയും എന്താ പറയുക, നമ്മുടെ കൈ തൊട്ട് ഇപ്പോൾ അബദ്ധത്തിലും തട്ടാതെയും കുഞ്ഞുങ്ങൾ തന്നെ அதை പിടിച്ച് ചിലപ്പം വലിക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മളത് ശ്രദ്ധിക്കണം. അതൊന്നും പറഞ്ഞു പോകുന്നോടെ വരെ. അപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളുടെ പുക്കിളയിൽ മുലപ്പാൽ വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഇപ്പം എങ്ങനെയും അബദ്ധത്തിൽ കുഞ്ഞുങ്ങളുടെ അവിടെ വീണ് കഴിഞ്ഞാൽ അവിടെ അത് ചില കുഞ്ഞുങ്ങൾക്ക് അത് ഇൻഫെക്ഷൻ ആവും, അതിങ്ങനെ വീർത്ത് വല്ലാണ്ട് വരും. അപ്പോൾ അത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആവും. കാരണം എനിക്കിത് നന്നായിട്ട് അറിയാം, കാരണം എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു കുഞ്ഞിന് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ കാരണം എന്ന് അറിയത്തില്ലായിരുന്നു. കുഞ്ഞിൻ്റെ പൂക്കൾ ഇങ്ങനെ വല്ലാതെ തടിച്ചു കൊഴുത്ത് അവിടെ പഴുത്ത് ഇൻഫെക്ഷൻ ആയ പോലെയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാവരും പേടിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മുലപ്പാൽ വീണിട്ടാണ്. മുലപ്പാൽ വീണ് കഴിഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾക്ക് അത് ഇൻഫെക്ഷൻ ആകും, ചില കുഞ്ഞുങ്ങൾക്ക് അത് പറ്റില്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്നല്ല, ചില കുഞ്ഞുങ്ങൾക്ക് അത് പറ്റില്ല. അപ്പോൾ മുലപ്പാൽ വീഴിക്കരുത്, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ. നമ്മുടെ കുഞ്ഞിൻ്റെ ഇപ്പം എന്താ സംഭവിക്കാൻ നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ പുക്കിളയിൽ മുലപ്പാൽ വീഴ്ത്താതെ ശ്രദ്ധിക്കുക. ഓക്കെ, നാലാമത്തെ കാര്യം, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ നേരം അടുത്ത കാര്യം വെച്ചാൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ നേരത്ത് ചിലർ എന്താ വെച്ചാൽ കുളിപ്പിക്കൽ ഈ പുക്കിൾക്കൊടി മൊത്തം പൊഴിഞ്ഞു പോയിട്ടേ കുളിപ്പിക്കാറുള്ളൂ. പക്ഷെ ചില നമ്മുടെ അമ്മമാരൊക്കെ നേരത്തെ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചു തുടങ്ങും. എക്സ്പേർട്സ് ആയവരൊക്കെ നേരത്തെ തന്നെ കുളിപ്പിച്ചു തുടങ്ങും. നമുക്കൊന്നും ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ കുഞ്ഞിൻ്റെ പുക്കിൾക്കൊടിയൊക്കെ പോയതിന് ശേഷമാണ് കുളിപ്പിക്കാൻ തുടങ്ങിയത്. കാരണം വെച്ചാൽ എങ്ങാനും ആക്സിഡൻ്റലി അതെങ്ങാനും വലിയോ തിരിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് പൊഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കാൻ തുടങ്ങുന്നത്. അതുവരെ ജസ്റ്റ് ഒപ്പി കൊടുക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിപ്പം നിങ്ങൾ നേരത്തെ കുളിപ്പിക്കുകയാണെങ്കിൽ, ആർക്കെങ്കിലും നേരത്തെ കുളിപ്പിക്കണം എന്നുള്ള ഏരിയകളിലെ ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ പുക്കിളില്ലേ, അതിപ്പം പുക്കിൾക്കൊടി പോയിട്ടാണെങ്കിലും പോകുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം. ഒരു 3 മന്ത് വരെ നിങ്ങൾ ഈ ഒരു നന്നായിട്ട് പുക്കിൾ ഇറങ്ങി പോകുന്നോടം വരെ, അതായത് എക്സ്പോസ് ചെയ്ത് നിൽക്കാതെ പുക്കിൾ ഇറങ്ങി പോകുമല്ലോ, അങ്ങനെ ഇറങ്ങി പോകുന്നോടം വരെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണം. അതായത് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ മസാജ് ഒക്കെ ചെയ്യുമല്ലോ, ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ പുക്കിളിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചേക്കാം. ഒത്തിരി അല്ല കേട്ടോ, ബൾക്കായിട്ടല്ല, മീൻസ് കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് കുഞ്ഞിൻ്റെ പുക്കിളിലോട്ട് അങ്ങ് തളിക്കുക. അത് വെള്ളം ദേഹത്ത് ഒഴിക്കുന്നതിന് മുമ്പും ഈ ഒരു സെയിം പ്രൊസീജിയർ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കുഞ്ഞുങ്ങളുടെ പുക്കിളിൻ്റെ ഉള്ളിൽ വെള്ളം പോകാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ചിലർക്ക് അത് പഴുക്കും, അത് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. ചില ആൾക്കാർക്ക് വല്ലാണ്ട് വെള്ളമൊക്കെ ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ആ പുക്കിളിൻ്റെ ആ മുട്ട്, മീൻസ് പുക്കിൾ ബെല്ലി ബട്ടൺ ഇങ്ങനെ പുറത്തോട്ട് എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ മുട്ട് പോലെയൊക്കെ ആവാറുണ്ട്. അതൊന്ന് മുലപ്പാൽ വീഴുന്നതിൻ്റെ ഒന്ന് ഈ വെള്ളമൊക്കെ വീഴുന്നതിൻ്റെ ആണെന്നാണ് ഡോക്ടർമാർ പറയാറ്. അപ്പം നമ്മളായിട്ട് ശ്രദ്ധിക്കുക, വെറുതെ കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാതിരിക്കുക. അപ്പം നമ്മൾ കുളിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ എന്താ പറയുക, കുറച്ച് ഓയിൽ എടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ ആ പുക്കിളയിലോട്ട് ഒഴിച്ചേക്കുക.
കുറച്ചിങ്ങനെ തളിച്ചേക്കുക. അങ്ങനെ തളിക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ എണ്ണയുടെ മുകളിലോട്ട് ഓയിൽ ഒഴിക്കുമ്പം ആ വെള്ളം അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങൂല. അതിന് വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഒഴിക്കുന്നത്. സോ ആ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ കുഞ്ഞിന് പുക്കിളിലോട്ട് ഒന്ന് തളിച്ചേക്കുക. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുഞ്ഞിൻ്റെ പുക്കിളിലോട്ട് ആ വെള്ളം ഇറങ്ങൂല. ഇനി കുളിപ്പീര് കഴിഞ്ഞു. അടുത്ത കാര്യമാണ് പറയുന്നത്. കുളിപ്പീര് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ പുക്കിൾ നമ്മുടെ നന്നായിട്ട് ഒപ്പണം. അവിടെ വെള്ളം ഒട്ടും പാടില്ല. നിങ്ങൾ ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം വെച്ചാൽ അവിടെ വെള്ളം ഇരിക്കാൻ പാടില്ല. കഴുകിയെടുക്കാം, ആ സമയത്ത് കഴുകിയെടുക്കാം, ഒക്കെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഞ്ഞുങ്ങളുടെ പുക്കിളയിലോട്ട് വെള്ളം ഇറങ്ങിപ്പോകാൻ പാടില്ല. അതായത് നന്നായി ഉണങ്ങിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഈ പച്ച പുക്കിൾക്കൊടിയൊക്കെയുള്ള പിള്ളേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു 3 മാസം വരെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തന്നെ അവർ നന്നായിട്ട് ഉള്ളോട്ട് ഇറങ്ങുന്നതോടം വരെ നമ്മൾ ഈ ഓയിൽ അതിൻ്റെ മുകളിൽ പുക്കിളിൻ്റെ മുകളിൽ തളിച്ചിട്ട് വേണം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ. അത് നമ്മൾ ഒരു പ്രിക്കോഷനാണത്. എന്തായാലും വരണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അമ്മമാർ കരുതുന്ന ഒരു പ്രിക്കോഷനാണത്. അപ്പം നമ്മുടെ വീട്ടിലെ അമ്മമാർക്കൊന്നും വലിയമ്മമാർക്കും ആർക്കെങ്കിലും അറിയാം, അവർ ചെയ്യുന്നത് കണ്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുക്കിൾ ശരിക്കും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് അത് ഇൻഫെക്ഷൻ ആവാൻ, പുക്കിളിലൊക്കെ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബോഡിയിലോട്ടൊക്കെ പെട്ടെന്ന് കയറി പിടിക്കാനൊക്കെ സാധ്യത. അപ്പം നമ്മൾ ചെറുതായിട്ടുള്ളൂ, ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മളും ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ അങ്ങോട്ട് വെള്ളം വീഴണ്ട, മുലപ്പാൽ വീഴണ്ട, അത് ആ കുഞ്ഞുങ്ങൾ തന്നെ പറിച്ച് കളയണ്ട, അങ്ങനെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എന്താ പറയുക. ഒന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങളുടെ മരുന്ന് നന്നായിട്ട് പുരട്ടുക, തന്നിരിക്കുന്ന ഓയിൻമെൻറ്റ് നന്നായിട്ട് പുരട്ടുക. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുലപ്പാൽ വീഴരുത്, പിന്നെ വെള്ളം ഇറങ്ങരുത്. കുഞ്ഞുങ്ങളായിട്ട് തന്നെ പുക്കിൾ വരിക്കാനോ അല്ലെങ്കിൽ അബദ്ധത്തിൽ പച്ച പുക്കിൾ കൂടി ഇങ്ങനെ പറഞ്ഞു വരാൻ ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പേ നമ്മളായിട്ട് തന്നെ വലിച്ച് അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ ആവരുത്, നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ കുളിക്കുന്നതിന് മുമ്പ് കുളിപ്പിക്കുന്നതിന് മുമ്പ് എണ്ണ അതിൻ്റെ മുകളിൽ ഒഴിക്കുക. അടുത്തത് ചില കുഞ്ഞുങ്ങൾ കാണിച്ചു തരാം. ചില കുഞ്ഞുങ്ങൾക്ക് പുക്കിൾക്കൊടി ഇങ്ങനെ വല്ലാണ്ട് മുട്ട് പോലെ ഇരിക്കും. അപ്പോൾ ഇത് പുക്കിൾക്കൊടി കൊഴിഞ്ഞെല്ലാം പോയതിന് ശേഷത്തെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കൊഴിഞ്ഞു പോയ ശേഷം ഇതും എല്ലാ ഏരിയയിലും ചെയ്യുന്നുണ്ടാവില്ല. എൻ്റെ മോനെയൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഏരിയയിലും ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ കാണിച്ചു തരുന്നത്. നാളെ ഇതൊന്നും ടെക്നിക്കലി ഉള്ളതല്ല അല്ലെ ലോജിക്കലി ഉള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും എൻ്റെ അടുത്തോട്ട് വരണ്ട. പുക്കിൾക്കൊടി നമ്മളിപ്പം കുഞ്ഞു പിള്ളേരെ മുട്ട് പോലെ വല്ലാണ്ട് മുഴച്ചിരിക്കുന്ന പുക്കിൾക്കൊടി നമ്മൾ അമ്മമാർ ചെയ്യുന്നത് വെച്ചാൽ അവരിങ്ങനെ വിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് റൗണ്ട് ആക്കും, ഒരു ക്ലോക്ക് വൈസിലൊന്നാക്കും. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊങ്ങി നിൽക്കുന്ന ആ പുക്കിൾക്കൊടി ഇറങ്ങിപ്പോക്കോളും, താഴോട്ട് പൊയ്ക്കോളും. പക്ഷേ നമ്മുടെ കയ്യിൽ നഖം ഉണ്ടാകരുത്. മീൻസ് നഖം നെയിൽ ഉണ്ടാകാം, പക്ഷെ നീണ്ടു നിൽക്കരുത്. കുഞ്ഞുങ്ങളുടെ പോറൽ വരും, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, ഇതാണ് കുഞ്ഞിൻ്റെ പുക്കിളെങ്കിൽ, ഇവിടെയാണ് കുഞ്ഞിൻ്റെ പുക്കിളെങ്കിൽ നമ്മുടെ ഈ വിരൽ പുക്കിളയിൽ ഇങ്ങനെ ഒത്തിരി പ്രസ് ചെയ്യരുത്, സോഫ്റ്റായിട്ട് ഇങ്ങനെയൊന്ന് പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കുക. അത് നമുക്ക് മനസ്സിലാവും, നമ്മൾ തൊടുമ്പോഴത്തേക്ക് ആ പുക്കിളങ്ങ് ഇറങ്ങും. അപ്പോൾ ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒന്ന് പിടിച്ച് റൗണ്ട് ആക്കുക. ഇങ്ങനെ ഒരു 3 തവണ ഒന്ന് കുളിപ്പിക്കാൻ നേരത്ത് ഇങ്ങനെയൊന്ന് ചെയ്ത് റൗണ്ട് ആക്കിക്കുക. എല്ലായിടത്തും ഇടയ്ക്കുള്ള സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ചുമ്മാ അതൊന്നും ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ നഖം നീണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് അമ്മമാർ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ നെയിൽ നീട്ടി വളർത്താതിരിക്കുക. പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ ദേഹത്ത് പോറൽ വരും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നഖം ഇല്ലാണ്ട് വേണം ഇത് ചെയ്യാൻ. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, ഇത് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പുക്കിൾ വല്ലാണ്ട് പുറത്തോട്ട് തള്ളി ഇങ്ങനെ ചെയ്യാത്തതിൻ്റെ ഇതായിട്ടാണ് പുറത്തോട്ട് ചാടി നിൽക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനും ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെല്ലാവരും ചെയ്യാറുണ്ട്. അപ്പം ഓരോരുത്തരുടെ ഏരിയ ചെയ്യാത്തവർ ചെയ്യണ്ട, ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇവിടെ പുക്കിളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വിരൽ തള്ളവിരൽ ആ പുക്കിളെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് അടിച്ചേക്കുക. ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചേക്കുക. ഇത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ ആ പുക്കിളങ്ങ് ഇറങ്ങി പൊക്കോളൂ. അപ്പോൾ ഞാൻ ഈ പുക്കിളിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളാം. കുഞ്ഞുമക്കളുടെ പുക്കിൾക്കൊടിയാണ്, അത് നന്നായിട്ട് ഉണങ്ങിപ്പോട്ടെ. മരുന്നെല്ലാം കറക്റ്റായിട്ട് വെച്ചോളാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത്.